ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KPM ഷരീഫ്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ VP അബ്ദുറഹിമാൻ, ഈ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ GC കാരക്കൽ, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ഫാദർ ജസ്റ്റിൻ കോലൻകണ്ണി, A. പ്രഭാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് അനിൽ നിറവിൽ, താജുദ്ദീൻ സുലാഹി, സൈനുദ്ദീൻ PT, ഈ വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ജനവിരുദ്ധമായ ഒട്ടേറെ നിയമ നിർമ്മാണങ്ങൾക്കാണ് അടുത്ത കാലത്തായി രാജ്യം തുടർച്ചയായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബില്ലുകൾ ഓരോന്നായി പാസാക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പശ്ചാത്തലം RSSന് അനുകൂലമായി ചിന്തിക്കുന്ന, ഇവിടെ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലെല്ലാം ഒരു കാലത്ത് RSSന്റെ പ്രചാരകരായി നടന്നിരുന്ന ആളുകളാണ്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻ RSSകാരനാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് RSSകാരനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി കറകളഞ്ഞ RSSകാരനാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലെല്ലാം RSSന് വേണ്ടി പ്രവർത്തിച്ച് പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അധികാരം കൈയാളുന്നത് എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സൂചിപ്പിച്ചു പൗരത്വ ഭേദഗതി ബില്ല്. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികർ ഇവിടെ വിശദമായി സംസാരിച്ചു, പ്രതിപാദിച്ചു. BJPയുടെ പ്രഖ്യാപിത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിത ലക്ഷ്യമാണ്, കഴിഞ്ഞ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കും. അങ്ങനെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം. അവിടെ ഉണ്ടായ അനുഭവം ഇവിടെ സൂചിപ്പിച്ചു. 19 ലക്ഷത്തോളം വരുന്ന ആസാമീസിൽ പൗരത്വത്തിൽ നിന്ന് പുറത്തുപോയപ്പോൾ അവിടെ നിന്ന് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 10-14 ലക്ഷത്തോളം വരുന്ന ആളുകളോടും പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളെ ഇന്ത്യൻ പൗരന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള ഭേദഗതി ഞങ്ങൾ പാസാക്കും. നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുകയാണ്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പേടിക്കേണ്ട. ജാതിയും മതവും വേർതിരിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. ആ ഭേദഗതി ബില്ലിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 രാജ്യങ്ങളുടെ, അയൽ രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. അവിടുന്ന് കടന്നു വരുന്ന, ഇന്ത്യയിലേക്ക് വന്ന 6 ജാതികൾ, മതങ്ങൾ, അവരെപ്പറ്റി പറഞ്ഞു. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാഴ്സി, ക്രൈസ്തവർ. നിങ്ങൾ 2014 ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ ഇന്ത്യയിൽ താമസിച്ചു എന്ന് വരികിൽ നിങ്ങളെ ഇന്ത്യൻ പൗരന്മാരാക്കും. എനിക്ക് തുറന്നു പറയുന്നതിൽ മടിയില്ല. പച്ച മലയാളം പറഞ്ഞാൽ, ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ജാതി മത വർഗ വിഭാഗങ്ങളെയും പൗരത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. അതിന് പറഞ്ഞ കാരണം എന്താ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6 മതവിഭാഗങ്ങൾ. അവിടെ ഭരണകൂട ഭീകരതയാൽ ആ ന്യൂനപക്ഷങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അവരെ ഞങ്ങൾ സംരക്ഷിക്കും. അതാണ് പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട്, ഈ പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കട്ടെ,
ഇന്ത്യക്ക് ഇവർ മാത്രമാണോ അയൽ രാജ്യങ്ങളായിട്ടുള്ളത്? നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്ക, മ്യാൻമർ, നേപ്പാൾ, ചൈന, ഈ 3-4 രാജ്യങ്ങളും ഇന്ത്യയോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ അവിടെ മതന്യൂനപക്ഷങ്ങളില്ലേ? അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ആരാ? മുസ്ലിം വിഭാഗമാണ്. മ്യാൻമറിൽ നിന്നുമൊക്കെ അവിടുത്തെ ഭരണകൂട ഭീകരതയിൽ ആട്ടിയോടിക്കപ്പെട്ട ഡൽഹിയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ, ആസാം അടക്കമുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായിട്ടുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ലേ? അവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ഭരണാധികാരികൾ ചിന്തിക്കാത്തത്? അതുകൊണ്ടാണ്, അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നത് ഈ രാജ്യത്തെ ഒരു നീതിയല്ല, 2 നീതിയാണ്. 2 തരം പൗരന്മാരെ സൃഷ്ടിക്കലാണ് ഈ രാജ്യത്തെ. തുറന്നു പറഞ്ഞാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്ന ഭരണവർഗമാണ് ഇന്ത്യയിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ശക്തമായി എതിർക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മതത്തെ വളഞ്ഞിട്ടാക്രമിക്കാൻ ഇന്ത്യയിലെ മതേതരവാദികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ മണ്ണ് വേറെയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ അതിന്റെ ചരിത്രം പറഞ്ഞു. എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം വിശ്വാസം അതുപോലെ തന്നെ സ്നേഹിച്ചും കഴിഞ്ഞുപോയ എന്നുള്ള ചരിത്രം ഇവിടെ മാഷിനെ പോലുള്ള ആളുകൾ സൂചിപ്പിച്ചു. ഈ മണ്ണിൽ നിങ്ങളുടെ വർഗീയതയും വിഭജനവും ഒരു കാരണവശാലും വിജയിപ്പിക്കാൻ പോകുന്നില്ല. ഇത് എടുത്തുവെച്ച നിങ്ങൾ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കുന്നത് വരെ മതേതര ഇന്ത്യ വിശ്രമമില്ലാതെ പോരാട്ടത്തിൽ വരും. പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കൊരിക്കലും ഈ സമരരംഗത്തുള്ള ആളുകളുടെ വേഷം കണ്ട്, അവരുടെ ജാതി കണ്ട്, അവരുടെ ഭാഷ കണ്ട് നിങ്ങൾക്കൊരിക്കലും ഈ സമരത്തിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹമടക്കം ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇന്നലെ വരെ അനുഭവിച്ച എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതേതരവാദികളും ഒപ്പമുണ്ടാകും. യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ വിചാരിച്ചോ യാദൃച്ഛികമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുന്നത് എന്ന്? ഇവിടെ നേരത്തെ ബഹുമാന്യനായ വികാരി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടിക്കൊണ്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിനുള്ള പണികളാണ്, തന്ത്രങ്ങളാണ് RSSന്റെ പണിശാലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി 2014 ഉണ്ടായ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ മതേതരത്വ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ പോയപ്പോൾ പകരം ഒരു മതേതര ഗവൺമെന്റ് വന്നാൽ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ധാരാളമുള്ള ഏതെങ്കിലും പ്രാദേശിക മതേതര ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു വന്നതെങ്കിൽ പോലും നമുക്കതിനെ സ്വാഗതം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഡൽഹിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നത് പഴയ കാലത്തെ BJP അല്ല, ഫാസിസത്തിന്റെ എല്ലാ രൗദ്രഭാവങ്ങളും ശിരസിലേക്കിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ്, RSS ആണ്, വജ്രംഗളാണ്, അതുപോലെ ഹിന്ദു മഹാസഭയാണ്, സംഘപരിവാർ ശക്തികളാണ്. അവർക്ക് ഇന്ത്യയിൽ അധികാരം കിട്ടിയപ്പോൾ ഈ രാജ്യത്തെ ചില ടെസ്റ്റ് ഡോസുകൾ ഒന്നാം NDA ഭരണകാലത്ത് നടപ്പിലാക്കി. നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ. അതാണ് ഭാഷയുടെ പേരിൽ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ബീഫിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ആൾക്കൂട്ട ആക്രമണങ്ങൾ കേവലം യാദൃച്ഛികമല്ല, ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുക. അതുപോലെ ഫാസിസം അന്ന് അതിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നതിനുള്ള അടിത്തറയിട്ടു. എന്താണ് ചെയ്തത്? സാഹിത്യ മേഖല, നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിൽ MM കൽബുർഗിയെ പോലുള്ള
BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ മിണ്ടിയാൽ, എതിരെ ശബ്ദിച്ചാൽ വെടിയുണ്ടകളായിരിക്കും മറുപടി എന്ന താക്കീതാണ് കൊടുത്തത്. കേരളത്തിൽ പോലും MT വാസുദേവന്മാരടക്കമുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയില്ലേ? കമൽ അടക്കമുള്ള സംവിധായകരെ രാജ്യം വിട്ടുപോകാൻ BJP RSS ഇവിടെ ആഹ്വാനം ചെയ്തില്ലേ? നിസാരമാണോ? ഗൗരി ലങ്കേഷ് ഇന്ത്യയിലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തക വെട്ടിവെച്ച് കൊന്നില്ലേ? പത്രക്കാർക്കുള്ള മുന്നറിയിപ്പാണ് അന്ന് കൊടുത്തത്. കലാമേഖലയിൽ അമീർ ഖാൻ അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന നടന്മാരോട് അവരോട് പറഞ്ഞു, വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യം പാകിസ്ഥാനിലേക്ക് കടന്നോ. ഒന്നാം NDA ഗവൺമെന്റ് ചില ടെസ്റ്റ് ഡോസുകളാണ് കൊടുത്തതെങ്കിൽ രണ്ടാം ഗവൺമെന്റ് മോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അതിന്റെ ഫാസിസം എല്ലാ മേഖലകളിലേക്കും ഒന്നുകൂടി കടന്നു ചെന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ. എന്താണ് ഈ ഗവൺമെന്റ്? 2019 തെരഞ്ഞെടുപ്പ് നടന്നത്. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. മുത്തലാഖ് ബില്ല്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുത്തലാഖ് ബില്ല് എന്ന് പറയുമ്പോൾ അതിനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ബില്ലാക്കി മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. വിവേചനമല്ലേ? ഇന്ത്യയിലെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച്, ഭൂമിശാസ്ത്രം അനുസരിച്ച് ഇന്ത്യ രൂപീകരിച്ച ഘട്ടത്തിൽ അവർക്ക് ഇന്ത്യയിലെ കാശ്മീരിലെ ജനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തുകൊണ്ടാണ് 370 വകുപ്പ് അന്ന് കൊടുത്തുകൊണ്ടാണ് കാശ്മീരി ജനതയെ ഇന്ത്യൻ ഈ വലിയ രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. പ്രത്യേക പരിഗണന കൊടുത്തു. ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? 370 വകുപ്പ് എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, അതിനെ രണ്ടായി വിഭജിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള ഒരു സംസ്ഥാനത്തെ നിർണായകമായ ഒരു തീരുമാനത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നാളിതുവരെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അനുഭവിച്ച എല്ലാ അവകാശങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടാണ് രണ്ടാക്കി ആ മേഖല തിരിച്ചുകൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാക്കി ആ പ്രദേശം കൊണ്ടുവന്നത്. ഇത് യാദൃച്ഛികമായിട്ടാണോ? ആ കാശ്മീരിൽ എന്തൊക്കെ സംഭവിച്ചു? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ജയിലുകളിലേക്ക് തള്ളിവിട്ടപ്പോൾ, ജയിലുകൾ തിങ്ങി നിറഞ്ഞപ്പോൾ, സർക്കാർ ഓഫീസുകളും സർക്കാർ വിദ്യാലയങ്ങളും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കാശ്മീരി ജനതയെ തടവുകാരാക്കി മാറ്റി. അവിടെയുള്ള പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെ, പൊതുപ്രവർത്തകരെ, ജനപ്രതിനിധികളെ എല്ലാം വീട്ടുതടങ്കലിലാക്കി, മറ്റു തടങ്കലിലാക്കി. ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യമില്ല. ഇന്റർനെറ്റും മറ്റ് സൗകര്യങ്ങളും നിഷേധിച്ചു. അവിടേക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കടന്നു ചെല്ലാൻ ദേശീയ നേതാക്കളെ പോലും അനുവദിച്ചില്ല, ജനപ്രതിനിധികൾ അനുവദിച്ചില്ല. വേണ്ടത്ര പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നോ? മുത്തലാഖ് ബില്ലിന്റെ കാര്യം വന്നപ്പോ മറ്റു സമുദായങ്ങൾ അത് മുസ്ലിം സമുദായത്തിനെ മാത്രം ബാധിക്കുന്നത് എന്ന് അല്പം നിസ്സംഗതയോടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ ഞങ്ങളെ ബാധിക്കുന്നില്ലല്ലോ എന്ന തിരിച്ചറിവിൽ സമാധാനത്തോടുകൂടി വേണ്ടത്ര പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയിലെ മതേതര മനസ്സുകൾ മടിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് അടുത്ത അജണ്ടയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കടക്കുന്നത്. ഏക സിവിൽ കോഡ്. നിങ്ങൾ ഒരു കാര്യം പരിശോധിക്കണം, അതാണ് ലക്ഷ്യം. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യമാണ്. ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ നിർഭാഗ്യവശാൽ അന്ന് ചർച്ച ചെയ്യാനും ഇതിന്റെ ഭീകരത, അപകടം ജനങ്ങളെ ഇന്ത്യയിലാകമാനം ബോധ്യപ്പെടുത്താനും ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികൾക്ക് വേണ്ടത്ര സാധിക്കാതെ പോയത് ഈ BJPയും RSSഉം ഫാസിസവും അവർ സ്പോൺസർ ചെയ്യുന്ന അവരുടെ സംഘാടകരായിട്ടുള്ള ചില ദൃശ്യമാധ്യമങ്ങൾ അടക്കം യഥാർത്ഥ ചർച്ച വഴിവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ പാത ഒരുക്കി വീണ്ടും സംഘപരിവാർ ശക്തികളെ അധികാര കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനത്തിന് അവരും ചൂട്ടുപിടിച്ചു. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഈ കരുവാരുകുണ്ടടക്കമുള്ള പ്രദേശങ്ങളിലെ BJP RSSന്റെ പ്രവർത്തകർ, നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് കരുവാരകുണ്ടും സമീപ പ്രദേശങ്ങളിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും വീടുകളിൽ ഇതിൽ കയറി പ്രവർത്തനം നടത്തുന്നത്, പ്രചരണം നടത്തുന്നത്? പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ പേടിക്കേണ്ടതില്ലെങ്കിൽ, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എങ്കിൽ
എന്തിനാണ് കരുവാരുകുണ്ടടക്കമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം വീടുകൾ അടക്കമുള്ള വീടുകളിലേക്ക് RSSന്റെയും BJPയുടെയും പ്രവർത്തകർ കടന്നു ചെന്നുകൊണ്ട് പൗരത്വ ബില്ല് പേടിക്കേണ്ടതില്ല എന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? ഒരു പേടിയും പേടിക്കണ്ടെങ്കിൽ, ഈ ബില്ല് മുസ്ലിം സമുദായത്തെ ദോഷകരമായി ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ആസാമിലേക്കാണ്, നിങ്ങൾ പോകേണ്ടത് പശ്ചിമ ബംഗാളിലേക്കാണ്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ്. നിങ്ങൾ പറയുന്ന പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ആളുകൾ, നിങ്ങൾ അവിടെയാണ് പ്രശ്നമെങ്കിൽ അവിടേക്കല്ലേ നിങ്ങൾ പോകേണ്ടത്? സമാധാനത്തോടുകൂടി കഴിയുന്ന, നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കഴിയുന്ന ഇവിടുത്തെ മുസൽമാന്റെ വീടുകളിൽ RSSന്റെ പ്രചാരകന്മാർ എത്തി നിങ്ങളുടെ പ്രചാരണം നടത്തേണ്ട ഒരു ഗതികേടും ഈ കേരളത്തിനും ഇന്ത്യ സമുദ്രത്തിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഉണ്ടാവില്ല. യാതൊരു തർക്കവും വേണ്ട. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, JNUവിലെ വിദ്യാർത്ഥികൾ, ജാമിയയിലെ വിദ്യാർത്ഥികൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ചെന്നൈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, അവരാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാലപ്പടക്കത്തിന് തീ പിടിപ്പിച്ചതുപോലെ ഓരോ ജനവിധ ന്യൂനപക്ഷ വിരുദ്ധ ബില്ലുകളും ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി കൊണ്ടുവരുന്നപ്പോൾ വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാർ, വിദ്യാർത്ഥിനികൾ, അവരാണ് തെരുവിൽ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. ഈ നാടിനെ സമരരംഗത്തേക്ക് നയിച്ചത് അവരാണ്. എന്താണ് അവരോട് കാണിക്കുന്ന സമീപനം? മൃഗീയമായിട്ടാണ് പോലീസിന്റെ ഭരണാധികാരികൾ അവരെ വേട്ടയാടുന്നത്. കഴിഞ്ഞ ദിവസം JNUവിലെ വിദ്യാർത്ഥി നേതാക്കളെ അടക്കം, അധ്യാപകരെ അടക്കം അടിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്ത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിർഭാഗ്യവശാൽ അതിനെ സംരക്ഷിക്കേണ്ട പോലീസ്, ഭരണകൂടം ഈ ക്രിമിനലുകൾക്ക്, ഈ ഗുണ്ടകൾക്ക് ഒത്താശ കൊടുക്കുന്ന നിർഭാഗ്യകരമായ സംഭവം. ഈ കഴിഞ്ഞ ദിവസം സ്ഥാനത്ത് നിന്ന് മാറിയ കരസേനാ മേധാവി, ഒരിക്കലും ഇന്ത്യയിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ ജനാധിപത്യ രൂപത്തിൽ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തേതല്ല. ആശങ്കയുള്ള ജനങ്ങൾ, പേടിയുള്ള ജനങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾ സ്വാഭാവികമായിട്ടും സമരരംഗത്തിറങ്ങും. ജനാധിപത്യ രീതിയിൽ തന്നെ ജനാധിപത്യ രാജ്യത്ത് ഭരണവർഗത്തെ പിടിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശക്തി ആർജിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര സമരങ്ങൾ മുന്നോട്ട് പോകുമ്പോ പട്ടാള മേധാവി താക്കീത് കൊടുക്കാൻ പാടുണ്ടോ? മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഇന്ത്യയിലെ സമര നേതാക്കൾക്ക്. എവിടെ വരെ പോയി കാര്യങ്ങൾ? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് മംഗളൂരുവിൽ നടന്ന വെടിവെപ്പ്, ആ വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരെ അവിടുന്ന് പിടിച്ച് പുറത്താക്കി. വലിയ വേദനയാണ്. പുറത്താക്കിയത് മാത്രമല്ല, കർണാടകത്തിലെ പോലീസ് പറയുകയാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന പത്രക്കാരാണ്. ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളത്തിൽ നിന്ന് ഇടയ്ക്ക് ചില ആളുകൾ വരുന്നുണ്ട്, അവരാണ് കർണാടകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. എവിടെ ഫെഡറലിസം? എവിടെ ഈ രാജ്യത്തിന്റെ ഫെഡറലിസം? നമ്മൾ കർണാടകയും കേരളവും തമിഴ്നാടും അടക്കമുള്ള ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും ഒരു രാജ്യമെന്ന് വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളോടാണ്, ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് സത്യപ്രതിജ്ഞ എടുത്ത ഒരു കർണാടകക്കാരനായ കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് കേരളക്കാർ വന്നിട്ടാണ് കർണാടകത്തിന്റെ മണ്ണിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഏതാണ് ഈ മണ്ണ്? ഇത് ഇന്ത്യയുടെ മണ്ണാണ്. ഈ മണ്ണിൽ ജനിച്ചു വീണിട്ടുള്ള ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖുകാരനും ജൈനനും ഇന്നലകളിൽ എങ്ങനെയാണോ കഴിഞ്ഞിട്ടുള്ളത്, എന്തെല്ലാം അവകാശങ്ങളാണോ ഈ ഫെഡറൽ സംവിധാനത്തിൽ, ഈ ഭരണഘടന, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയുടെ പൗരന്മാർക്ക് തന്നിട്ടുള്ളത്, എന്തൊക്കെ ഉറപ്പുകളാണ്, എന്തൊക്കെ സംരക്ഷണമാണ് ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് അത് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും. ഇത് മാത്രമല്ല, ഈ പോരാട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരു മതത്തെ വളഞ്ഞിട്ട് മത്സരിച്ച് നിയമനിർമ്മാണം വഴി ഇവരെ
പിടിച്ചുകെട്ടുന്നതിനോ അല്ലെങ്കിൽ നീതി നിഷേധിക്കുന്നതിനോ വേണ്ടി കേന്ദ്ര ഗവൺമെന്റോ RSSോ അല്ലെങ്കിൽ അതിനു മുകളിൽ മറ്റേതെങ്കിലും ബുദ്ധി കേന്ദ്രങ്ങളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് മുസ്ലിമും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടമല്ല. ഇന്ത്യക്കാരനും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാനും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാനുമുള്ള പോരാട്ടമാണ്. ഇവിടെ ജാതി തിരിഞ്ഞു മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതുവരെ കാണാത്ത സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ കണ്ടതുപോലുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് വരും നാളുകളിൽ ഈ മഹാരാജ്യം സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യും. അതിന് RSS അല്ല, RSSന്റെ മുകളിൽ ആരെങ്കിലും ബുദ്ധി വഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഈ ജനാധിപത്യത്തിന്റെ ശക്തി. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പാർട്ടി ഇല്ലാത്തൊരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം, അടുത്ത കാലത്തായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഓരോ സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്, കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ BJP ഇല്ലാത്ത ഭരണമാണ്. ഇത് തീർത്തും ശുഭസൂചകരമായ സംഭവമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSSന് ബുദ്ധിമെനയുന്ന RSSന്റെ കേന്ദ്രമായ RSSന്റെ ഹെഡ് ഓഫീസായ നാഗ്പൂരിലടക്കം മതേതര ജനാധിപത്യങ്ങളുടെ വിജയമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കണ്ടതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, ഒരു കാരണവശാലും ഇന്ത്യ വർഗീയവാദികൾക്ക് മുന്നിൽ മുട്ടുമടങ്ങില്ല. ഈ രാജ്യം ജനാധിപത്യ മതേതര ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കും. ഈ സമര പോരാട്ടങ്ങൾ ഏതെങ്കിലും മതത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടിയാണ്. ഈ പോരാട്ടം നമ്മൾ ഒന്നിച്ചു നടത്തും, നിങ്ങളും നമ്മളും എന്ന വേർതിരിവില്ല. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് വരും നാളുകളിൽ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഈ രാജ്യത്ത് സജീവമായി നിലനിൽക്കുകയും അതുപോലെ തന്നെ മുന്നേറുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമരം, ഈ ബഹുജന സമ്മേളനത്തിന് എല്ലാവിധ ഇതിന്റെ സംഘാടകർക്ക് അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ സംഘടനയുടെ എല്ലാവിധ പിന്തുണയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.